ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി മലായ് കുൽഫിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. കുൽഫി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് കോവയാണ്. കോവ റെഡിയാക്കണം. അപ്പോൾ കോവ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 കപ്പ് മിൽക്ക് ആഡ് ചെയ്യണം. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പാല് ബോയിലായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 7 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം. മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം, ലംസ് ഒന്നും ഇല്ലാതെ. കോവ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് കോവ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് കോവ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോവ റെഡിയാക്കി എടുക്കാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് സമയം പിടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ തിക്കാവാൻ തുടങ്ങും. എന്നിട്ട് പാത്രത്തിൽ നിന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് കോവ നമുക്ക് ഇളകി വരും. അങ്ങനെ നമ്മൾ കോവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലെടുത്ത് മാറ്റാം. ഇനി ഒരു കടായി വയ്ക്കാം. കടായിൽ 1 ലിറ്റർ പാൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുങ്കുമപ്പൂ ആഡ് ചെയ്യാം, സാഫ്രോൺ ആഡ് ചെയ്യാം. പാല് തിളയ്ക്കാറായി. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലിറ്റർ പാല് ഒരു പകുതി വരെ ആവണം. അതുവരെ നമ്മളൊന്ന് നല്ല ഒന്ന് തിളപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മളെ പാല് നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ പാൽ ഒന്നും കൂടെ വറ്റാനുണ്ട്. സൈഡിൽ നിന്നുള്ള പാടകളെല്ലാം എടുത്ത് പാലിൽ മിക്സ് ചെയ്യാം.
അങ്ങനെ നമ്മളെ പാല് ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് പാലിങ്ങനെ തിളയ്ക്കും തോറും നമ്മളെ പാല് കുറഞ്ഞുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് മൂന്നാമത്തെ സ്റ്റേജിൽ പാലിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും, മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. മതി. ഇത്രയും 1 ലിറ്ററിന് ഇത്രയും പാലൊന്ന് കുറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ കോവ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് പാലിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പാലിൽ കോവ അങ്ങ് അലിയും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കോവ അങ്ങ് പാലിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞോളും. ഈ സമയത്ത് ഏലക്കാപ്പൊടി 1 പിഞ്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നട്ട്സ് ആഡ് ചെയ്യാം. ഏത് നട്ട്സാണ് വീട്ടിൽ അവൈലബിൾ ഉള്ള നട്ട്സ് എല്ലാം ആഡ് ചെയ്യാം. ബാദാം, പിസ്ത, കാഷ്യൂ ആണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആഡ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തിട്ട് ഒരു റൂം ടെമ്പറേച്ചറിൽ വച്ചേക്കാം. ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഈ മഡ് മോൾഡ്സിൽ നമുക്ക് കുൽഫി ആഡ് ചെയ്യാം. അപ്പം കുൽഫി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി 8 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഫോയിൽ പേപ്പറും കൊണ്ട് സീൽ ചെയ്ത് 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വച്ചേക്കണം. അങ്ങനെ ഓരോ മഡ് മോൾഡ്സ് എടുത്ത് ഫോയിൽ പേപ്പറും കൊണ്ട് കവർ ചെയ്ത് ഞാൻ ഇപ്പം 8 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. മോൾഡ്സ് ഇല്ലെങ്കിൽ ചെറിയ കപ്പിൽ നമുക്ക് കുൽഫി മിക്സ്ചർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്താലും മതി. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.